അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരിച്ച ഒരാൾ വീണ്ടും ജീവനോടെ എഴുന്നേറ്റ് വരുന്നത് സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ? വൈദ്യശാസ്ത്രം പോലും തോറ്റിടത്ത് കേവലം പ്രാർത്ഥന കൊണ്ട് മരിച്ചവരെ ജീവിപ്പിച്ച ഒരു മഹാമനീഷിയ ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അനുമതിയോടെ കാണിച്ച ആ മഹാ അത്ഭുതങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. ഓരോ കാലഘട്ടത്തിൽ വരുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിലെ സമൂഹത്തോട് സംവദിക്കാൻ ഉതകുന്ന മുഅ്ജിസത്തുകളാണ് കൊടുക്കുക. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ വലിയ സാഹിര്യങ്ങൾ, മജീഷ്യന്മാരായിരുന്നു ആ കാലഘട്ടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവരോട് വെല്ലുവിളിക്കാൻ, അവരെക്കാൾ വലിയ ശക്തിയിൽ അത്ഭുതങ്ങൾ കാണിക്കാനായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല മുഅ്ജിസത്ത് കൊടുത്തത്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ വലിയ ഡോക്ടർമാരായിരുന്നു, വൈദ്യശാസ്ത്രത്തിലായിരുന്നു ജനങ്ങൾ വലിയ മുൻപന്തിയിലെത്തിയിരുന്നത്. അപ്പോൾ അള്ളാഹു തആല ഈസാ നബിക്ക് വൈദ്യശാസ്ത്രത്തിന് പോലും കഴിയാത്ത അത്ഭുതകരമായ സിദ്ധികൾ ഈസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തു. അതിൽപ്പെട്ട വലിയ ഒരു മുഅ്ജിസത്തായിരുന്നു മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു തആല ഈസാ നബിക്ക് മുഅ്ജിസത്തായി നൽകി. അങ്ങനെ ആ മുഅ്ജിസത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം 4 വ്യക്തികളെയാണ് ജീവിപ്പിച്ചത്. ഒന്നാമത്തെ ആള് ആസിർ എന്ന് പറയുന്ന വ്യക്തി, രണ്ടാമത്തെ ആള് ഇബ്നു അജൂസ് എന്ന് പറയുന്ന വ്യക്തി, മൂന്നാമത്തെ ആള് ഇബ്നത്തുൽ ആഷിർ എന്ന് പറയുന്ന വ്യക്തി, നാലാമത്തെ ആള് സാം ബിൻ നൂഹ് എന്ന് പറയുന്ന വ്യക്തി. ഈ 4 ആളുകളെയാണ് ഈസാ നബി അലൈഹി സ്വലാം മരിച്ചതിന് ശേഷം ജീവിപ്പിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ആള് ആസിർ എന്ന് പറയുന്ന ആള് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉറ്റ സുഹൃത്ത് താമസിക്കുന്നത് മഹാനവറുകൾ 3 ദിവസം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്താണ്. അങ്ങനെ ആ സുഹൃത്ത് ആസിർ എന്ന് പറയുന്ന ആ സുഹൃത്ത് മരണപ്പെട്ടു. അങ്ങനെ സഹോദരി, ആ മരണപ്പെട്ട ആസിറിന്റെ സഹോദരി ഈസാ നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു, സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമും സുഹൃത്തുക്കളും ആസിറിന്റെ നാട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും 3 ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജനാസ മറവ് ചെയ്തു ഖബറടക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ എത്തി ആ സഹോദരിയോട് പറഞ്ഞു, അല്ല, ആസിറിന്റെ ഖബർ എവിടെയാണ്, നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു വേണ്ട. അങ്ങനെ ആ സഹോദരി ഈസാ നബി അലൈഹി സ്വലാമിനെയും കൂട്ടുകാരെയും തന്റെ ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, സഹോദരന്റെ ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, തന്റെ സുഹൃത്തായ ആസിറിനെ നീ ജീവിപ്പിക്കണമേ എന്ന് ദുആ ചെയ്തു. അള്ളാഹു തആല അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം ആ ചെറുപ്പക്കാരൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പിന്നെ ഒരുപാട് കാലം ജീവിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വീണ്ടും കുട്ടികൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. രണ്ടാമത്തെ ആള് ഇബ്നുൽ അജൂസ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജനാസ ഈസാ നബി അലൈഹി സ്വലാമും അസ്ഹാബും ഇരിക്കുന്ന സ്ഥലത്തിലൂടെ ജനങ്ങൾ ചുമലിലേറ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് ജീവിതം തിരിച്ചു കൊടുക്കണമേ ദുആ ചെയ്ത് മഹാൻ മുഅ്ജിസത്ത് പ്രകാരം, അള്ളാഹിന്റെ ഇതിന് പ്രകാരം ആ ചെറുപ്പക്കാരന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹം മയ്യത്ത് കട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നിട്ട് അദ്ദേഹം താഴെ ഇറങ്ങി, അദ്ദേഹം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം ജീവിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു കുട്ടി വരെ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. നമ്മൾ പറഞ്ഞ ഈസാ നബി അലൈഹി സ്വലാം ജീവിപ്പിച്ച 3ാമത്തെ ആള് ഇബ്നത്തുൽ ആഷിർ. ആഷിർ എന്ന് പറയുന്ന ഒരു ഉപ്പാക്കുണ്ടായ മോള്, ആ സ്ത്രീ മരിച്ചപ്പോ ഈസാ നബി അലൈഹി സ്വലാമിനെ അറിയിക്കുകയും ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്നുകൊണ്ട് ആ ഉപ്പ പറഞ്ഞു, എനിക്ക് ആകെയുള്ള ഒരു മോളാണ്, അത് എങ്ങനെയെങ്കിലും തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം ഈസാ നബി അലൈഹി സ്വലാം മുഅ്ജിസത്ത് മുഖേന ആ സ്ത്രീക്ക് ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ ആ സ്ത്രീ പിന്നെ ഒരുപാട് വർഷങ്ങൾ ജീവിച്ചു. ആ സ്ത്രീ ഒരു കുഞ്ഞെ പ്രസവിക്കുകയും ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാം ജീവിപ്പിച്ച 4ാമത്തെ ആളാണ് സാം ബിൻ നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ സാമു എന്ന മകൻ. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം സുഹൃത്തുക്കളും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ഖബറിന്റെ അരികിലെത്തിയപ്പോൾ അവിടുന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇവിടെ ഒരു ഖബറുണ്ട്, ഈ ഖബർ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ സാമിന്റെ ഖബറാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം അവിടുന്ന് ദുആ ചെയ്തു, അള്ളാഹുവിന്റെ ഇസ്മുൽ ആഅ്ളം മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്തു. ആ ദുആ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു തആല ജീവൻ തിരിച്ചു കൊടുത്ത് അദ്ദേഹം ഖബറിൽ നിന്നും മൺകൂനയിൽ നിന്നും ചാടിയണീറ്റു. ആകെ ബേജാറായി ചാടിയണീറ്റു. അദ്ദേഹം ഒരു യുവാവായ മനുഷ്യനാണ്. ചാടിയണീറ്റു. ഉടനെ ചോദിച്ചു, അത് ഖാമത്തി സാഅത്തു, ഖിയാമത്ത് നാൾ ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞില്ല, ഖിയാമത്ത് നാൾ ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ അള്ളാഹുവിന്റെ ഇസ്മുൽ ആഅ്ളം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു തആല ജീവൻ നൽകിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് മരിക്കണോ വേണ്ടത്, ജീവിക്കണോ വേണ്ടത്?
അപ്പൊ അവിടുന്ന് സാമു നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് മരിക്കാണ് വേണ്ടത്, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, മരണത്തിന്റെ വേദന ഇനി ഞാൻ അനുഭവിക്കാൻ പാടില്ല, അത് സഹിക്കാൻ കഴിയാത്തൊരു വേദനയാണ്, ആ വേദന അനുഭവിക്കാതെ എന്നെ മരിപ്പിക്കണം എന്ന് കണ്ടീഷൻ വെക്കുകയും അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആക്ക് ഉത്തരമെന്നോണം നൂഹ് അലൈഹി സ്വലാമിന്റെ മകൻ സാമ് രണ്ടാമത് മരണവേദന ഇല്ലാതെ മരിക്കുകയും അവിടെ മണ്ണിലരിയുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.